പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 4-ാം തീയതി അച്ഛൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതായത് ദൈവസ്നേഹം നിങ്ങളിൽ നിറയാൻ. ദൈവസ്നേഹം നമുക്കറിയാലോ, ഇന്ന് ഒരുപാട് പേരെ അച്ഛൻ കാണാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളും കുഞ്ഞുമക്കളൊക്കെ വഴിതെറ്റിപ്പോകാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങളിലൊന്ന് അവരുടെ ജീവിതത്തിൽ സ്നേഹരാഹിത്യം വരുന്നത് കൊണ്ടാണ്. അതായത് മാതാപിതാക്കളുടെ വേണ്ടത്ര കെയറും സ്നേഹവും ലഭിക്കുന്നില്ല. അപ്പൻ്റെ സ്നേഹക്കുറവ്, അമ്മയുടെ സ്നേഹക്കുറവ്, സഹോദരങ്ങളുടെ സ്നേഹക്കുറവ്. ആ സ്നേഹക്കുറവ് മൂലം അവരെന്താ ചെയ്യുന്നത്? ഉള്ളിൽ സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ പുറത്തെ പൊട്ട സ്നേഹങ്ങൾ തേടിപ്പോകുന്ന, ശൂന്യതകൾ തേടിപ്പോകുന്ന യുവജനങ്ങളുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ലാതിരിക്കുക, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ലാതിരിക്കുമ്പോൾ പലപ്പോഴും പുറത്തെ പൊട്ട സ്നേഹങ്ങൾ, ജഡിക സ്നേഹങ്ങൾ തേടി പോകാറുണ്ട് ഒത്തിരി മനുഷ്യർ. അങ്ങനെയുള്ളവർക്ക് കർത്താവ് തരുന്നൊരു വചനമാണ് സങ്കീർത്തനം 18:35. അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ആ വാക്യമുണ്ടല്ലോ, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. കർത്താവിന് നിന്നോട് വാത്സല്യമാണ്. മനസ്സിലാക്കത്, വാത്സല്യം സ്നേഹമാണ് നിന്നോട്. അമ്മ മറന്നാലും അപ്പം മറന്നാലും സഹോദരങ്ങൾ മറന്നാലും ബന്ധുമിത്രാദികൾ മറന്നാലും നിന്റെ കൂട്ടുകാർ മറന്നാലും നിന്നെ ആരൊക്കെ മറന്നാലും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. വാത്സല്യത്തിൻ്റെ കണ്ണുകളോടെ അവിടെ നിന്ന് നിന്നെ കാണുന്നേ. വ്യക്തിപരമായിട്ട് ഈശോ നിന്നോട് അച്ഛൻ്റെ അധരങ്ങളിലൂടെ പറയുകയാണ്, നിന്നെ വളരെ പേഴ്സണലായിട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, വളരെ പേഴ്സണലായിട്ട് നിനക്ക് ഞാൻ വാത്സല്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിലേക്ക് വാ, എൻ്റെ അടുത്തിരിക്കുക, അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹവും വാത്സല്യവും നിനക്ക് തരാമെന്ന് കർത്താവ് പറയുകയാണ്. ഈ ലോകത്തിൻ്റെ പൊട്ട സ്നേഹങ്ങളിലേക്ക്, കപട സ്നേഹങ്ങളിലേക്ക്, ചതിക്കുന്ന വഞ്ചിക്കുന്ന സ്നേഹങ്ങളിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ നിറയ്ക്കേണ്ടത് എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മളുടെ ആന്തരിക മുറിവുകളെല്ലാം കഴുകപ്പെടുന്നു. നമ്മുടെ മനസ്സിൻ്റെ നിരാശകളും ഭയങ്ങളും എല്ലാം മാറിപ്പോകുന്നു. അപകർഷതാബോധം മാറിപ്പോകുന്നു, നിരാശ മാറിപ്പോകുന്നു. പുതിയൊരു വ്യക്തിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ഈശോയെ, അങ്ങയുടെ വാത്സല്യം ഈ ജനത്തിന് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹം ഈ ജനത്തിന് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരുതൽ ഈ ജനത്തിന് നൽകി അനുഗ്രഹിക്കണമേ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.